നമസ്കാരം. മോഡലിംഗിന്റെയും ബ്യൂട്ടി പാർലർ ജോലികളുടെയും മറവിൽ മലയാളി യുവതികളെ ദുബായിലേക്ക് കടത്തി ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്ന രാജ്യാന്തര സെക്സ് റാക്കറ്റിനു പിന്നിൽ മലയാളികൾ ഉൾപ്പെട്ട വൻ സംഘമെന്ന് പോലീസ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ദുബായിൽ ഇവന്റ് മാനേജ്മെന്റ് ബിസിനസ് നടത്തുന്ന പെരുമ്പാവൂർ കോട്ടപ്പടി സ്വദേശിനി സിന്ധു എന്ന സ്റ്റോയിസി പെൺവാണിഭ സംഘത്തിന്റെ പ്രധാന നടത്തിപ്പുകാരിയെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. സിന്ധുവിനൊപ്പം പിടിയിലായ തിരുവനന്തപുരം സ്വദേശിയും മരടിലെ താമസക്കാരിയുമായ അലീന എബ്രാഹിം, പൊന്നാനി സ്വദേശിനി മഞ്ജിമ എന്നിവർ സംഘത്തിന്റെ ഏജന്റുമാരാണെന്നും വ്യക്തമായിരുന്നു. പെൺകുട്ടികളെ കണ്ടെത്തുന്നത് അലീനയും മഞ്ജിമയും ചേർന്നാണ്. സിന്ധുവാണ് ഇവർക്ക് ദുബായിലേക്കുള്ള വിമാന ടിക്കറ്റ്, വിസിറ്റിംഗ് വിസ എന്നിവ തരപ്പെടുത്തുന്നത്. അതേസമയം പരാതിക്കാരി മുന്നോട്ട് വന്നതോടെയാണ് ഒരു വലിയ റാക്കറ്റിന്റെ മുഖംമൂടി അഴിഞ്ഞു വീണത്. കേസിൽ വെളിപ്പെടുത്തലുമായി ദുബായിലുള്ള പ്രതികൾ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. മോഡലിംഗിന്റെ മറവിൽ സെക്സ് റാക്കറ്റും മനുഷ്യക്കടത്തും നടത്തിയ സംഭവത്തിൽ പരാതിക്കാരി പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്ന വാദവുമായിട്ടാണ് രണ്ടാം പ്രതി രംഗത്ത് വന്നത്. സത്യാവസ്ഥ അറിയിക്കാനാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. തെറ്റൊന്നും ചെയ്തിട്ടില്ല. പരാതിക്കാരിയുടെ ഫോണിൽ താൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. അവൾ ആ ഫോൺ തന്റെ മുന്നിൽ വച്ച് തെളിവ് നശിപ്പിക്കാനായി തല്ലിപ്പൊട്ടിക്കുകയായിരുന്നു. ആ പൊട്ടിയ ഫോൺ ഇപ്പോഴും തന്റെ കൈവശമുണ്ട്. അത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ തയ്യാറാണെന്നും രണ്ടാം പ്രതി പറഞ്ഞു. എന്റെ ഒരു ഫ്രണ്ടാണ് ബിലാലിനെ പരിചയപ്പെടുത്തി തരുന്നത്. അയാൾക്ക് 1-2 പ്രാവശ്യം മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്റെ വിസയൊക്കെ ബിലാലിന്റെ ഫോണിൽ നിന്നാണ് എനിക്ക് ഇട്ടു തന്നിട്ടുള്ളത്. എയർപോർട്ടിൽ വച്ചാണ് ആദ്യമായി ബിലാലിനെയും ഇതിൽ പ്രതിയായ ആളെയൊക്കെ കാണുന്നത്. എയർപോർട്ടിൽ വന്ന അന്നാണ് സിന്ധു എന്ന് പറയുന്ന ലേഡിയെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. സിന്ധുവാണ് എയർപോർട്ടിൽ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്തത്. 7-8 പിള്ളേരുള്ള ഒരു റൂമിലേക്കാണ് ഞങ്ങളെ കൊണ്ടുപോയത്. അവിടെ പോയപ്പോൾ എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു. പിറ്റേ ദിവസം വന്ന മഞ്ജിമ അവിടെ സൗകര്യങ്ങൾ പോരാ എന്ന് പറഞ്ഞിട്ടാണ് താഴേക്ക് പോയത്. പിന്നെ ഈ 7-8 പിള്ളേരുടെ കൂട്ടത്തിലാണ് താൻ മുകളിൽ 607 ഉണ്ടായിരുന്നത്. അവർ തൊട്ടു താഴത്തെ റൂമിലാണ് ഉണ്ടായിരുന്നത്. എന്തായാലും മോഡലിംഗിന്റെ ഷൂട്ടും ഫാഷൻ ഷോയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ വരുന്നത്. വന്നതിന് ശേഷമാണ് ഒരു പ്രധാന പ്രശ്നം വന്നിട്ട് 1 മാസത്തോളം റൂമിലായി പോയത്. യുദ്ധമായിരുന്നു ആ കാരണം. മുകളിലുള്ള റൂമിൽ തന്നെയായിരുന്നു ഞങ്ങൾ. ഇവിടെ ഈ പറയുന്ന 7-8 കുട്ടികളും ഉണ്ടായിരുന്നു. 1 മാസത്തിന് ശേഷമാണ് ഞങ്ങൾ അറിയുന്നത് താഴത്തെ റൂമിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന്. അതറിഞ്ഞപ്പോൾ ഞങ്ങൾ ചോദ്യം ചെയ്തു. സിന്ധു എന്ന വ്യക്തിയെ വിളിച്ച് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു. അവിടെയാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി സ്പായിൽ പോവുകയും ഇല്ലീഗലായിട്ട് വേറെ രീതിയിൽ ആണുങ്ങളെ അവിടെ കയറ്റുകയും ചെയ്തിരുന്നു. അതറിഞ്ഞപ്പോൾ ഞങ്ങൾ പ്രതികരിച്ചു. പരാതിക്കാരി ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതൊക്കെ കള്ളമാണെന്നാണ് പ്രതികൾ പറഞ്ഞു വരുന്നത്. സിനിമ, സീരിയൽ മോഹങ്ങളുള്ള യുവതികൾക്ക് മോഡലിംഗ് അവസരങ്ങൾ വാഗ്ദാനം ചെയ്തും വിദേശത്തെ പ്രമുഖ ബ്യൂട്ടി പാർലറിൽ ഉയർന്ന ശമ്പളമുള്ള ജോലി ഉറപ്പു നൽകിയുമാണ് സംഘം വലവിരിക്കുക. ആകർഷിക്കാൻ സാമൂഹിക മാധ്യമങ്ങളിൽ റീലുകളും പരസ്യവും ചെയ്യും. താല്പര്യപ്പെടുന്നവർക്ക് വിസ വാഗ്ദാനം ചെയ്യും. 2 മാസത്തെ വിസിറ്റിംഗ് വിസയിലാണ് യുവതികളെ ദുബായിലെത്തിക്കുക. ദുബായിലെത്തിയാലുടൻ യുവതികളുടെ മൊബൈൽ ഫോണുകളും പാസ്പോർട്ടും ഉൾപ്പെടെയുള്ളവ കൈവശപ്പെടുത്തിയ ശേഷം ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോകും. ഇവിടെ വെച്ചാണ് ചൂഷണം നടക്കുന്നത്.